ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ച് എനിക്ക് അറബിക് ന്യൂ ഇയർ ആയാലും മലയാളം ന്യൂ ഇയർ ആയാലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂ ഇയർ ആയാലും എനിക്ക് എല്ലായിടും നല്ലോണം നീറ്റാക്കി ഇടണം. അപ്പോൾ ഇവൻ കർട്ടൻ വരെ ഞാൻ എടുത്ത് അലക്കി ഇടും. നമ്മൾ ഇയർലിയൊക്കെയാണ് ചിലത് ചെയ്യുക നനച്ചുകുളിയുടെ ഭാഗമായിട്ട്. പക്ഷേ ഞാനിത് നമ്മൾ ഇംഗ്ലീഷ് ന്യൂ ഇയറിൽ ചെയ്യും, മലയാളം ന്യൂ ഇയറിൽ ചെയ്യും, അതുപോലെ തന്നെ അറബിക് ന്യൂ ഇയർ, അതായത് മുഹറം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, അറബിക്കിലെ പുതിയ ഇയർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് എല്ലായിടും ഒന്ന് നീറ്റാക്കി ഇടണം. ബെഡ്ഷീറ്റ് ഞാൻ 3 ദിവസം കൂടുമ്പോൾ ആസ് യൂഷ്വൽ മാറ്റലുണ്ട്, എന്നാലും എല്ലാം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് കാണാം. ഓക്കെ, ഞാനെങ്ങനെ ക്ലീൻ ആക്കാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു റൂം, അവിടുത്തെ കർട്ടനൊക്കെ എടുത്ത് എല്ലാ കർട്ടനും കൂടെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം പണി കിട്ടും. അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളത് കാരണം ഞാൻ ഒരു റൂമിലത്തെ കർട്ടനെടുത്ത് അത് ക്ലീനാക്കി അത് ഉണക്കിയിട്ടില്ല, കാരണം ഇപ്പം നല്ല ചൂടായ കാരണം നമ്മൾ അപ്പം തന്നെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നല്ല വെയിലുകൊണ്ട് അപ്പം തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഉണക്കാതെ തന്നെ അതിൽ ഇടുക ചെയ്യാത്ത, അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. പിന്നെ വിൻഡോസ് ഒന്നും തുറന്നിടണമൊന്നുമില്ലല്ലോ, അപ്പോൾ പിന്നെ പൊടി കയറുന്നുള്ള പച്ചയാണ് പൊടി കയറുന്നുള്ളൊരു പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ ഒരു റൂം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ആ റൂം വൃത്തിയിട്ട് കാണുമ്പോൾ നമുക്ക് അടുത്ത റൂം ക്ലീൻ ആക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ ആദ്യം ഒരു റൂം ക്ലീൻ ആക്കി അത് അടിച്ചു വാരി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അടിച്ചു വാരി തുടച്ചിട്ടിട്ടാണ് പിന്നെ അടുത്ത റൂം ക്ലീൻ ആക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ക്ലീൻ ആക്കാറുണ്ടാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ക്ലീൻ ആക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ശീലാക്കി നോക്കുക. അപ്പം ഒരു ഫ്രഷ്നെസ്സാണ് നമുക്ക് കർട്ടനൊക്കെ ക്ലീൻ ആക്കി പുതിയത്. ഈ റൂമിലാണ് യുദ്ധം നടക്കുന്നത്. ഇത് മക്കളുടെ റൂമാണ്. ആസ് യൂഷ്വൽ എല്ലായിടത്തും മക്കളുടെ റൂമാകുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ. നിറയെ കച്ചറ, അവരുടെ സ്കൂളിലത്തെ കുറേ പേപ്പേഴ്സ്, അവരുടെ കളിക്കണ കുറേ പേപ്പേഴ്സ്, അങ്ങനെ കുറേ തരം പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് മക്കളുടെ റൂമാണെങ്കിലും ശരി, ഞാൻ 3 ദിവസം ആണ് ഒരു ബെഡ്ഷീറ്റ്, ഫ്രൈഡേസിലും മൺഡേയിലാണ് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റും. അപ്പോൾ നമുക്കൊന്നൊരു ഫ്രഷ്നെസ് തോന്നുമല്ലോ, പിന്നെ മക്കൾ കിടക്കുന്നതല്ലേ. അപ്പോൾ എനിക്ക് നല്ല ബെഡ്ഷീറ്റുകൾ വാങ്ങിക്കാനും എനിക്കിഷ്ടമാണ്, നല്ലതുപോലെ അങ്ങനെ വിരിച്ചിടാനും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ റൂമിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുള്ള പണിയാണ് ഹോൾ. നമ്മളെല്ലാം കൂടെ ഡംപ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹോളിലാണ്. അപ്പോൾ മക്കൾ കളിച്ചിട്ടുള്ള കുറേ ബീഡ്സും എല്ലാം ടേബിളിൽ കിടക്കുന്നുണ്ട്. അതുപോലെ ഹോളിലത്തെ കർട്ടൻ കഴുകിയിട്ടില്ല, ഒരു റൂമിലത്തെ കർട്ടന് കഴുകിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കഴുകാനിടാനും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെയും കൂടെ ഒന്ന് ക്ലീൻ ആക്കി ഇടണം.
അങ്ങനെ ക്ലീൻ ആക്കലും അടിച്ചു വാരലും കഴിഞ്ഞ് ഇനി നമ്മൾ തുടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഹോളും കിച്ചണും മറ്റുള്ളവരൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലും പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് ടൂറ് പോയിട്ടുണ്ടായിരുന്നല്ലോ, മാമലക്കണ്ടം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുൽത്തൈലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് തുടക്കുന്നത്. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടിട്ട് ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടി ബെഡ്ഷീറ്റുകൾ, കർട്ടന്, മാറ്റ് വരെ ഞാൻ മാറ്റൂട്ടാ. അങ്ങനെ പിറ്റേ ദിവസം എണീറ്റ് നമുക്ക് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിടക്കണം കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പള്ളിയിൽ പോയി. ഇന്ന് ഫ്രൈഡേ ആണ്. പള്ളിയിൽ പോയി വന്നിട്ട് ഞങ്ങൾക്ക് ബ്രദറിൻ്റെ അവിടെ പോകാനുണ്ട്. ന്യൂ ഇയറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ബ്രദറും ഫാമിലിയും വൈഫും പുതുതായിട്ട് അവർ താമസം മാറിയിട്ട് ദുബൈയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പുതിയൊരു ലൈഫായിരിക്കട്ടെ എന്നും കൂടെ ആശംസിക്കണം. സന്തോഷ സമാധാനമൊക്കെ ഉണ്ടായിരിക്കട്ടെ എന്നും കൂടെ ആശംസിക്കണം. അത് കണ്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് നല്ല യമ്മി ആയിട്ടുള്ള സൗദി സ്റ്റീവിങ് കഴിച്ച്, അതുപോലെ തന്നെ കപ്സ റൈസ് സൂപ്പർ, നല്ല ജ്യൂസി ആയിട്ടുള്ള റൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സൗദി സീവയുടെ മട്ടനും നല്ല യമ്മി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഇക്കടെ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വണ്ടി വാഷ് ചെയ്യാൻ ഒരു ഹാഫ് ആൻ അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. 2-3 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനൊരു 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ നമുക്കൊരു പെർഫ്യൂം ഷോപ്പിൻ്റെ ഇനോഗ്രേഷന് കയറി. അവിടെ നമ്മൾ കുറച്ച് പെർഫ്യൂംസൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യം നിറഞ്ഞൊരു ന്യൂ ഇയർ ആശംസിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.